ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഒത്തിരി കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ പകുതി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ആ ഫയലിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പിന്നെ അത് ഐറ്റംസ് പകുതിയിലേറെ ഷോപ്പിൽ തന്നെ തീരുകയും ചെയ്തു. ഭയങ്കര തിരക്കായിരുന്നു ക്രിസ്മസ് ആയിട്ട്. അത് തന്നെ അപ്പോൾ വിചാരിച്ചു അത് പിന്നെ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് ജോർജറ്റിൽ തന്നെ അജ്രക്കിന്റെ പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷനുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഇത്രയല്ല കേട്ടോ, ഇതിന്റെ ഒരു 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 10 times മോർ നമുക്കുണ്ട്. ഇത് ജസ്റ്റ് ഇത്ര അടിക്കുമ്പോൾ തളർന്നു, അപ്പൊ അത് കാരണം ഇത്രയും മതിയെന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത്രയധികം കളക്ഷൻസ് ആണ് ജസ്റ്റ് ഉള്ളത്. ഇതിന്റെ 10 times മോർ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത്ര മാത്രമേ നമ്മളിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്ന ആദ്യം പറയാം, നമ്മുടെ മസ്റ്റർഡ് യെല്ലോ എന്ന് എപ്പോഴും വരും, കാരണം എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്ന ഷെയ്ഡാണ് പിസ്ത ഗ്രീനും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്, ഒട്ടും കോമൺ അല്ലാത്തൊരു കോമ്പിനേഷനാണ്. എവിടെ ഉണ്ടാവില്ല പിസ്ത ഗ്രീനും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ. അത് പിന്നെ നമ്മുടെ അടുത്ത ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്, ആ ഒരു പേസ്റ്റൽ ഷെയ്ഡും അതോടൊപ്പം തന്നെ റെഡ് അജ്രകം ആയിട്ടുള്ള കോമ്പിനേഷൻ, അതും വളരെ റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ മസ്റ്റർഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ, വളരെ റെയർ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഒരു 3 കോമ്പിനേഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഷോപ്പിൽ നിങ്ങളൊക്കെ എനിക്ക് ഒത്തിരി പേര് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാറില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഷോപ്പിലെ മെയിൻ ആളാണ് ജിജി. അപ്പോൾ ജിജീൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജിജിക്ക് ഉറപ്പായിട്ടും ബർത്ത്ഡേ വിഷ് ചെയ്യണം. ഉറപ്പായിട്ടും ജിജി ഞെട്ട് എങ്ങനെ അറിഞ്ഞു എന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആരെങ്കിലുമൊക്കെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജിജിക്ക് ഒരു വിഷ് ചെയ്യട്ടോ, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്നാണ് നമ്മുടെ ജിജീൻ്റെ ബർത്ത്ഡേ. ജിജി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ. അപ്പോൾ ഈ ഒരു കുർത്തിയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് വ്യൂ. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് ഇതാണ്, പിസ്ത ഗ്രീൻ ആണ്. അപ്പോൾ ഈ ഒരു പിസ്ത ഗ്രീനിൽ ഇതുപോലെയാണ് വോക്ക് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ കുറച്ചുകൂടി നല്ല ക്ലോസ് വ്യൂ കാണിക്കാം. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത്. ശരിക്കും നേരത്തെ നമ്മുടെ യോക്ക് ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു യോക്ക് അത്രയും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരല്പം കുറച്ചിട്ടുണ്ട് യോക്ക്. നിങ്ങളുടെ എല്ലാവരുടെ സജഷൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വോക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു പൈപ്പിംഗ് ആണ്, ഇത്രയധികം വലിയൊരു പൈപ്പിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എപ്പോഴും ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരല്പം വ്യത്യസ്തമായിട്ടാണ് ഇതിൽ വോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി വന്നിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു നെക്കും അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു ബോർഡറുമാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു പാച്ചിനകത്ത് തന്നെ മാക്സിമം മിറേഴ്സും അതോടൊപ്പം തന്നെ കട്ട് ബീഡ്സുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതാണ് ക്ലോസ് വ്യൂ. ഇഷ്ടമായ നിങ്ങൾക്ക്? അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാൻ കണ്ടെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ജോർജറ്റ് കുർത്തിൻ്റെ ഫുൾ വ്യൂ. ഞാൻ വേറെ ഇരിക്കുന്ന വ്യൂ ആണ്. ഇതാണ് നമ്മുടെ കുർത്തി. ജോർജറ്റ് ആണ്, ഫോക്സ് ജോർജറ്റ് ആണിത്. 47 ലെങ്ത് ഉണ്ട്. അജ്രക്കിൻ്റെ പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. മെയിൻലി ഒരു റെയിൻബോ ബീഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം തിക്കാൻ വെക്കാൻ പറ്റുമോ അത്രയധികം തിക്കാക്കിയും ഡിഫറെൻ്റ് ആക്കിയാണ് ഈ ഒരു കുർത്തീൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ പാർട്ടിലായിട്ട് മാക്സിമം മിറേഴ്സും അതോടൊപ്പം തന്നെ കട്ട് ബീഡ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് വ്യൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തീൻ്റെ ലെങ്ത് 47 ആണ്. കുർത്തീൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെ ഇതുപോലെയാണ് വരുന്നത്. യോക്ക് പോർഷൻ ഒന്നും കൂടി കാണിക്കാം. ഇതുപോലെയാണ് വരുന്നത്. ഇത്രയും നല്ല ഭംഗിയിൽ ഇത്രയും അടിപൊളി കളക്ഷൻ ഇത്രയും ഒരു ബഡ്ജറ്റ് ബൈ ഒരിടത്ത് കിട്ടില്ല. ഇതൊക്കെ റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ അത് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വേറെ ഇതിരിക്കുന്നതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്, അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷെയ്ഡിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇതും ജസ്റ്റ് ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടാവും. ഭയങ്കര ഒരു
ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും, അത്രയധികം ഭംഗിയുണ്ട്. പക്ഷെ കറക്റ്റ് ഷെയ്ഡിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റുന്നില്ല. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്, തീരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡല്ല, ഒരു മീഡിയം, നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കുർത്തീൻ്റെ യോക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറിൽ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ പാച്ചാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൻബോ ബീഡിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ബീഡാണ് നമ്മളിതിലും ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചെയ്തിട്ട് സ്വീക്കൻസും അതുപോലെ തന്നെ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നെക്ക്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് കറക്റ്റ് നെക്ക്, അധികം ഇറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ, കറക്റ്റാണ് ഈ ഒരു നെക്ക് എന്ന് പറയുന്നത്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് ഒരല്പം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഒരല്പം കയറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസിലാണ് നമ്മളിപ്പോൾ പിന്നെയും വർക്ക് ചെയ്യുന്നത്. ഒരല്പം കയറ്റിയിട്ടുണ്ട് നെക്ക്, എന്നാൽ ഒരുപാട് ഇറങ്ങിയിട്ടുമില്ല. ആ ഒരു നെക്ക് എനിക്ക് ഇച്ചിരി വൈഡായിട്ടുള്ള നെക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഷോപ്പിൽ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് വരുമ്പോൾ പറയാറുണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നെക്കാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു നെക്കും ഒരല്പം കയറ്റിയിട്ടുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞിട്ട് അധികം ഇറങ്ങിയിട്ടില്ല, നല്ല നെക്ക് തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് അപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോസ് അപ്പ് ഇഷ്ടമായി വിശ്വസിക്കുന്ന ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള അടിപൊളി ഷെയ്ഡാട്ടോ, എപ്പോഴും കിട്ടത്തില്ല ഈ ഒരു കോമ്പിനേഷനൊക്കെ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോക്കിൽ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ പാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു റെയിൻബോ സിമിലർ ആയിട്ടുള്ള കട്ട് ബീഡ്സും അതുപോലെ തന്നെ സ്വീക്കൻസും ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നെക്കിൻ്റെ ആ ഒരു വർക്കാണ് ഈ ഒരു കുർത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ചും കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമായ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ് വരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ലെങ്ത് ഒരല്പം കൂട്ടണം എന്ന്. പക്ഷെ അതെനിക്ക് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് അറിയില്ല. ഇപ്പോൾ ഉള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. അപ്പം നമുക്ക് കസ്റ്റമേഴ്സായിട്ട് ഒത്തിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട്, ഒരു മീഡിയം ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയവർക്ക് ഒരു അല്പം കൂടി ലെങ്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും നിങ്ങൾ അതും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഭയങ്കര സീ ത്രൂ അങ്ങനെയല്ല കേട്ടോ, ഇത്രയാണ്, ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു എ ലൈൻ കട്ടിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷനാണ് കണ്ടത്. എന്താല്ലേ ഈ കളർ കോമ്പിനേഷൻസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വേറെ ഇരിക്കുന്നതാണ് അടുത്ത ഷെയ്ഡ്. ഞാൻ ഈ വേറെ ഇരിക്കുന്ന സൈസ് വന്നിട്ട് 40 സൈസാണ് കേട്ടോ. അതിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാനല്ലേ, കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ. മസ്റ്റർഡ് യെല്ലോയും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ക്ലോസ് അപ്പ് വന്നിട്ട് ഇതാണ് വരുന്നത്. ഈ ഒരു അജ്രക് യോക്കാണ്, അതിൽ ഫുൾ മിറാസും അതുപോലെ തന്നെ റെയിൻബോ ബീഡ്സും ഒക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് അപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം നമുക്ക് ഈ ഒരു യോക്ക് നമുക്ക് തിക്കാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ യോക്ക് തിക്കാക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതിൽ പൈപ്പിംഗ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ് ആണ്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ സ്പെഷ്യൽ ടീം തന്നെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എപ്പോഴും മെസ്സേജസ്, നമ്മുടെ ആ ഒരു മെസ്സേജസ് വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് എബവ് 4000+ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചാറ്റിന് റിപ്ലൈ ഇടാൻ ലേറ്റ് ആവുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വറീഡ് ആവേണ്ട, നാളെ തന്നെ ഫുൾ ചാറ്റും എല്ലാം നമ്മൾ തീർക്കും. അത്രയധികം സപ്പോർട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കാണിച്ചതിൻ്റെ 10 ടൈംസ് മോർ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്.
പിന്നെന്താ പറയുക, അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.